നമുക്ക് മുന്നോട്ട് പോകാം. Last Sunday I just started off by saying something to all of you. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. തുടങ്ങിയത്. So I started off by saying that God reveals himself to us. ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു തുടങ്ങിയത്, ദൈവം ദൈവത്തെ തന്നെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു. And I told you that God reveals to us in creation. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം സൃഷ്ടിയിൽ കൂടി അവനെ തന്നെ വെളിപ്പെടുത്തുന്നു. Every time we look at creation, you can see the amazing work of God. How can we say this came by accident? നമ്മൾ സൃഷ്ടിയിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആശ്ചര്യകരമായിട്ടുള്ള ആ സൃഷ്ടിയെ നമ്മൾ കാണുന്നു. ഇതൊക്കെ തന്നെത്താൻ വന്നതാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? I wish I could show you some pictures of the beauty of creation, the birds, the fish, the air, the trees. What an amazing creation നമ്മൾ we have. സൃഷ്ടിയെ കുറിച്ചുള്ള ചില പടങ്ങള് നിങ്ങളെ കാണിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ ഈ പക്ഷികളെയും അല്ലെങ്കിൽ മത്സ്യം, അതൊക്കെ ദൈവം എന്ത് വണ്ടർഫുൾ ആയിട്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. And then I told you number 2 that God reveals himself to us in the situations and circumstances of our life. രണ്ടാമതായിട്ട് ദൈവത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നത് നമ്മളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ കൂടി. Please note that when we go through certain difficulties, that's when God seems most close to us, or he seems most near to us. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പ്രയാസഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ദൈവം നമുക്ക് ഏറ്റവും സമീപമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. So the reason why God allows pain and trials and difficulties and sometimes even sickness is because God wants to say, hey, I am here. I want you to realize that I am here wanting to save you. നമ്മളുടെ ജീവിതത്തിൽ കൂടി ചില വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നതിൻ്റെ പിന്നിലെ ചിലപ്പം അസുഖങ്ങളും ദൈവം അനുവദിക്കുന്നതിൻ്റെ പിന്നിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഉണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. So all the pains that we go through is for us to realize there is a God who actually finally wants us to overcome all pain, all sorrow. Everything will disappear one day because he wants to show us who he really is. ഈ നമ്മൾ അനുഭവിക്കുന്ന വേദനയും ഇതൊക്കെ ഒരു നാൾ കഴിയും, ഇതെല്ലാം ഒരു നാൾ തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So my dear friends, our tears are of precious value before God. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ കണ്ണുനീര് ദൈവത്തിന് മുമ്പാകെ വളരെ വിലപ്പെട്ടതാണ്. It's a sign that God wants to save us. ദൈവം നമ്മളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണത്. If you are willing to look to him during those times. ഈ പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ അവനിലേക്ക് നോക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. So number 2, God wants to reveal himself to us in our difficult situations. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ദൈവം നമ്മളുടെ പ്രയാസഘട്ടങ്ങളിൽ കൂടി അവനെ തന്നെ നമ്മൾക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. But number 3 is most important, my dear friends. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. Because God wants to reveal himself to us in the face of Jesus Christ. ദൈവം ദൈവത്തെ തന്നെ യേശു ക്രിസ്തുവിന്റെ മുഖത്തിൽ കൂടി നമ്മളെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Let me repeat that to you, my dear friends. ഞാൻ ഇത് ഒന്ന് ആവർത്തിക്കട്ടെ. God wants to reveal himself to you in the face of Jesus. യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ദൈവത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Let me try to explain that a bit more. ഞാൻ അത് ഇച്ചിരൂടെ ഒന്ന് വിവരിച്ച് പറയട്ടെ. Because you see, when we go to the Bible, when we go to the scriptures, നമ്മള് വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ കൂടി നമ്മൾ അതിൽ നോക്കുമ്പോൾ there's an invitation from God to come and meet with Jesus. അവിടെ യേശുക്രിസ്തുവിനെ വന്ന് കണ്ടുമുട്ടുവാൻ വേണ്ടി ദൈവം നമ്മളെ ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. So if you are going to the Bible, the written word of God, അതുകൊണ്ട് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ and looking for Jesus, അവിടെ യേശുവിനെ നമ്മൾ നോക്കുന്നു.
നോക്കാൻ ശ്രമിക്കുവാണെങ്കിൽ യേശുവിനെ നോക്കുവാൻ നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ, you will surely find him there. അങ്ങനെ ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് യേശുവിനെ അവിടെ കണ്ടെത്താൻ സാധിക്കും. Isn't that an amazing thing? അത് വലിയ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? You don't have to wait, look at creation. നമ്മള് സൃഷ്ടിയെ ഇനി അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. You don't have to go and wait for situations in your life to become troublesome. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. We just need to go to the word of God. നമുക്ക് ദൈവവചനത്തിലേക്ക് പോയാൽ മതി. You see, we're living in a time where we even forget our Bibles. നമ്മള് ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് പലരും അവരുടെ വേദപുസ്തകം വരെ മറന്നു പോന്നു. We don't realize that the written word of God is what is going to reveal the living word of God to us. നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ എഴുതപ്പെട്ട വചനമാണ് നമ്മളെ ജീവനുള്ള വചനത്തെ വെളിപ്പെടുത്തി കാണിക്കുക. Why are you searching for Jesus outside? നിങ്ങളെ യേശുവിനെ വേറെ ഓരോ സ്ഥലത്ത് എന്തിനാണ് You will തിരയുന്നത്? surely find him if you search him here. നിങ്ങൾ ഈ ദൈവവചനത്തിൽ അവനെ തിരയുവാണെങ്കിൽ അവനെ കണ്ടുമുട്ടും. In this short lifetime we have here on earth, നമുക്ക് ഈ ലോകത്തിലെ ചുരുങ്ങിയ ഒരു കാലയളവ് നമുക്കുണ്ട്. what an amazing place for us to find Jesus. ആ സമയത്തില് യേശുവിനെ കാണുവാൻ ഉള്ള എത്ര നല്ലൊരു സ്ഥലമാണ് ദൈവവചനം. There's a verse in the book of John that says like this, യോഹന്നാന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, you search the scriptures നിങ്ങൾ തിരുവെഴുത്തിനെ തിരയുന്നു, because you think in them there is life. നിങ്ങൾ ചിന്തിക്കുന്നതില് അതില് ജീവൻ ഉണ്ട്. Verse 5, chapter 5, verse 39, please. 5-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. We're looking at the word of God right now. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്കാണ് നോക്കുന്നത്. And here we find Jesus Christ saying like this. നമ്മളിവിടെ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നതായിട്ട് കാണുന്നു. Look at this verse very carefully, my dear friends. ഈ വചനത്തെ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. He says to the people, to the Jews, അവിടെ യഹൂദന്മാരോടാണ് ഇത് പറയുന്നത്. he says, you search the scriptures because you think in them you have eternal life. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. Please understand this verse very carefully, my dear friends. ഈ വചനത്തെ നിങ്ങളെ സൂക്ഷിച്ച് ഒന്ന് മനസ്സിലാക്കണം. Because we may be searching the scriptures in a wrong way. എന്താണെന്ന് വെച്ചാൽ തിരുവെഴുത്തും നമ്മൾ തെറ്റായ രീതിയിൽ ചിലപ്പം തിരയുന്നുണ്ടായിരിക്കും. We may be looking at the scriptures trying to find out what we need to do. ഒരുപക്ഷെ നിങ്ങൾ തിരുവെഴുത്ത് നോക്കി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആയിരിക്കും നോക്കുന്നത്. There's nothing wrong in that, but there is something much more that should happen, my dear friends. അങ്ങനെ നോക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കരുത്. Because this was what the Pharisees were doing. എന്താണെന്ന് വെച്ചാൽ പരീശന്മാരെ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. Christ did not lie when he said this statement. യേശു ഈ പ്രസ്താവിച്ചപ്പോൾ യേശു കള്ളം പറയില്ലായിരുന്നു. Because they were searching the scriptures because they thought in them they would find life, they would be safe by doing what it says. എന്താണെന്ന് വെച്ചാൽ പരീശന്മാര് തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് അവരെ നിരൂപിച്ചു. They were very particular about the law of God. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് അവര് വളരെ ശുഷ്കാന്തിയുള്ളവരായിരുന്നു. You may ask what is wrong in that, my dear friends. ചോദിച്ചെന്നിരിക്കും അതിലെന്താണ് തെറ്റ്. But that is all that they were doing. പക്ഷേ അവര് അത് മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. They were looking at the Bible and the scriptures and trying to see what does the law say that we should do. അവര് ദൈവവചനത്തെ ശോധന ചെയ്തിട്ട്
അതിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ദൈവം പറയുന്നു. ആ കാര്യത്തിലായിരുന്നു അവര്. If that is all, why you are looking at scriptures, my dear friends, you're in a dangerous place. എന്നാൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ തിരുവെഴുത്തിനെ ശോധന ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥാനത്താണ്. If all you want is to know what to do, you're not in a very good place. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തിരുവെഴുത്ത് വായിക്കുവാണെങ്കിൽ നിങ്ങൾ തെറ്റായ ഒരു സ്ഥാനത്താണ്. Because look at what the next verse says. എന്താണെന്ന് വെച്ചാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് Verse 40 says like this. 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, You are unwilling to come to me. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. What a deception we could be in, my dear friends. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര വലിയൊരു ചതിക്കകത്ത് അകപ്പെടാം. We could be searching the scriptures, find day and night. ഒരുപക്ഷെ രാപ്പകൽ നമ്മള് തിരുവെഴുത്ത് ശോധന ചെയ്യുന്നവരായിരിക്കാം. Finding out what we need to do. നമ്മൾ ഇനി എന്തോ ചെയ്യണം എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ The ആഗ്രഹമുള്ളവരായിരിക്കാം. Pharisees were expert in that. പരീശന്മാര് അതിൽ എക്സ്പെർട്ട് ആൾക്കാരായിരുന്നു, വിദഗ്ധരായിരുന്നു. But Christ says, you are unwilling to come to me. പക്ഷേ ക്രിസ്തു പറയുന്നത് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. Let's check our hearts, my dear friends, this morning. ഇന്ന് രാവിലെ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശോധന ചെയ്യാം. Where are we with regards to coming to Jesus? യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നതില് നമ്മൾ ഇന്ന് എവിടെയാണ്? We were looking at the book of John for the past 2 weeks. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് യോഹന്നാന്റെ ഈ പുസ്തകം എഴുതിയ സുവിശേഷത്തിലാണ് നമ്മൾ. Today is the third Sunday. ഇന്ന് അതിന്റെ 3-ാമത്തെ I ആഴ്ചയാണ്. have one more class to go. അടുത്ത ആഴ്ചയും ഞാൻ ഇതിൽ നിന്ന് സംസാരിക്കും. What is John trying to tell us, my dear friends? യോഹന്നാൻ എന്താണ് ഈ സുവിശേഷത്തിൽ കൂടി നമ്മളോട് It's a very, very special book. അത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. Different from all the rest of the 3 Gospels. അത് മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സുവിശേഷം. Because John is trying to do something here very much on purpose. ഇവിടെ വളരെ ബോധപൂർവം ചില കാര്യം അദ്ദേഹം ചെയ്യുവാൻ He ആഗ്രഹിക്കുന്നു. is showing us on one side there are the disciples of Jesus. ഒരു സൈഡില് യേശുവിന്റെ ശിഷ്യന്മാരുണ്ട്. Here they were and they were ready to follow him. അവരെ യേശുവിന്റെ പിന്നാലെ പിൻഗമിക്കുവാൻ ആഗ്രഹമുള്ളവരായിരുന്നു. John the Baptist just said like this, Behold the Lamb of God. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. Immediately 2 people began to follow Jesus. അങ്ങനെ പറഞ്ഞപ്പം കുറച്ച് ആൾക്കാരെ അത് കേട്ടിട്ട് യേശുവിന്റെ പിന്നാലെ നടക്കാൻ There തുടങ്ങി. was nothing more they needed. അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. Because their hearts were prepared for the Messiah. എന്താണെന്ന് വെച്ചാൽ മിശിഹായ്ക്ക് വേണ്ടി അവരുടെ ഹൃദയം They ഒരുക്കമുള്ളവരായിരുന്നു. were looking and waiting for the Messiah. അവരെ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. And it was not just because John told them that this is the Messiah. യോഹന്നാൻ സ്നാപകൻ ഇത് മിശിഹ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, They realized when they saw Jesus, hey, this internal conviction in their hearts. Yes, one man said, we have found the Messiah. ഇതൊക്കെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കേട്ടപ്പോൾ അവരുടെ ഉള്ളില് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഇത് മിശിഹ തന്നെയാണെന്ന്. Very interesting to note this, what happened. അവിടെ എന്തുവാ സംഭവിച്ചതെന്ന് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് വളരെ ഇഷ്ടം തോന്നും. You see, in chapter 1, 1-ാം അധ്യായത്തിൽ very interesting, one guy asked Jesus. അവിടെ ഒരു വ്യക്തി യേശുവിനോട് ഇങ്ങനെ ചോദിക്കുന്നു. Jesus turned to them in verse 38 and said, What do you seek? ഇവിടെ 38-ാം വാക്യത്തില് യേശു തിരിഞ്ഞ് അവന്റെ പിന്നാലെ വരുന്ന ആളിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? And they didn't say like we would have said today, Lord, I seek something special from you. ഇന്ന് നമ്മള് യേശുവിനോട് പറയുന്നത് പോലെ അവരെ ഇങ്ങനെ പറഞ്ഞില്ല, യേശുവെ നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രത്യേക ചില കാര്യം ആഗ്രഹിക്കുന്നു. We always want things quick, isn't it? Instant. We are living in instant coffee, instant tea. Everything is instant Maggi noodles. നമുക്ക് ഒട്ടനെ തത്സമയം കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്.
I can't wait for tomorrow. എനിക്ക് നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് സാധിക്കത്തില്ല. If I get it today, right now, I'm happy. If not, let me go somewhere else. എനിക്ക് ഇന്ന് ഞാൻ ചോദിക്കുന്നത് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ നാളെ വേറെ എവിടെയെങ്കിലും പോകും. You know what they replied back to Jesus? അന്ന് യേശു നിങ്ങളെ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്തുവായിരുന്നു അവര് പറഞ്ഞതെന്നറിയാമോ? Where are you staying? റബ്ബി, നീ എവിടെ പാർക്കുന്നു? What an amazing question, isn't it? അത് ഇത്ര വലിയൊരു ചോദ്യമാണ്. Oh, if only you could see what was the heart behind that question. ആ ചോദ്യത്തിന്റെ പിന്നിലെ അവരുടെ ഹൃദയം എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ. Lord, we are searching and we think we have found you. Where are you staying? അവയെ ഞങ്ങള് മിശിഹായെ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തി, അങ്ങ് എവിടാണ് പാർക്കുന്നത്? Oh Lord, കർത്താവേ, we want to know all about you. We want to know all about you. ഞങ്ങൾക്ക് അങ്ങേ കൂടുതൽ അറിയുവാൻ, അങ്ങയെക്കുറിച്ചെല്ലാം അറിയുവാൻ. Where are you staying? അങ്ങ് എവിടാണ് പാർക്കുന്നത്? Now, most of you may think that these guys had no family, no children, no wives. You say suddenly this. No, that was not the case. They all had wives and families and houses. None of them left their houses, by the way. നമ്മൾ ചിന്തിക്കുക ഇവർക്ക് വീടും കൂടും ഒന്നും ഇല്ലാത്ത ചുമ്മാതെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു. ഇവർക്കൊക്കെ ഭാര്യയും മക്കളും വീടും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. And they didn't leave their wives, by the way, and follow Jesus. Most of them went back to their wives. Not most of them, all of them who had wives, by the way. അവരുടെ ഭാര്യമാരെ എല്ലാം വിട്ടങ്ങ് പോയെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. I don't have time to show you, but it's true. They had families. അവർക്ക് എനിക്കത് കാണിക്കാനായിട്ട് സമയമില്ല. അവർക്ക് കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. But they were serious. Where are you staying? എന്നാലും അവര് യേശുവിനോട് ചോദിച്ചത് അങ്ങ് എവിടെ പാർക്കുന്നു? And it says they came and stayed there with him that day. അവിടെ അവരെ അന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോടു കൂടി പാർത്തു എന്ന് എഴുതിയിരിക്കുന്നു. So on one side we have the disciples of Jesus. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സൈഡില് ഇങ്ങനത്തെ എല്ലാ ശിഷ്യന്മാരുണ്ട്. On the other side we have people whom John calls the Pharisees, the Jews. എന്നാൽ മറു സൈഡില് യഹൂദന്മാരല്ലേ, പരീശന്മാരെന്ന് വിളിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. I'm amazed why did John use the word Jews for talking to this group of people. Actually all of them were Jews. അതാണ് ഞാൻ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം. ആ ആൾക്കാരെ എന്തിനാണ് യഹൂദന്മാരെന്ന് എടുത്ത് ഈ യോഹന്നാൻ അവരെ വിളിച്ചത്? എല്ലാവരും യഹൂദന്മാരല്ലായിരുന്നു. He used to keep on saying the Jews did this, the Jews did that. ഇങ്ങനെ യഹൂദന്മാരിങ്ങനെ പറഞ്ഞു, യഹൂദന്മാരിങ്ങനെ പറഞ്ഞു എന്ന് എന്തിനായിരുന്നു എഴുതിയത്? So on this side we have the disciples. ഈ സൈഡിലെ ശിഷ്യന്മാരുണ്ടായിരുന്നു. This side we have the so-called people called the Jews who are always trying to find fault with what Jesus Christ was doing. മറു സൈഡിലെ ഈ യേശു എന്ത് ചെയ്താലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഈ യഹൂദന്മാരുണ്ടായിരുന്നു. But in the center John is trying to expose a group of people, my dear friends. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവില് ചില ആൾക്കാരെ എടുത്ത് കാണിക്കുവാനായിട്ട് യേശു ആഗ്രഹിക്കുന്നു. This is what we should know very importantly. ഇതാണ് നമ്മളൊക്കെ വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കുക. People who say they believe and yet they are not yet there. വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം, എന്നാൽ അവരെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ. Yes, they have some kind of faith, by the way. അവർക്ക് ഏതാണ്ട് ഒരു തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. It is not that they had no faith in Jesus. അവർക്ക് യേശുവിൽ ഒട്ടും വിശ്വാസമില്ല, അങ്ങനെയല്ലായിരുന്നു. Yes, they definitely had faith. അവർക്ക് യേശുവിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. But something was lacking somewhere. പക്ഷേ എവിടെയോ ഏതാണ്ട് അവരുടെ ഉള്ളിൽ ഇല്ലായിരുന്നു. And that is not a minor problem, my dear friends. അതൊരു ചെറിയ പ്രശ്നമല്ലായിരുന്നു സുഹൃത്തുക്കളെ. We can't afford to say I believe but. ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. Let's go to chapter 4, please. നമുക്ക് 4-ാം അധ്യായത്തിലേക്ക്. A very interesting portion of scripture. ഇവിടെ വളരെ നമുക്ക്
ഇഷ്ടം തോന്നുന്ന ഒരു വേദഭാഗമാണ്. It's a story of Jesus healing a son of a man from verse 46 onwards. ഇവിടെ 46 വാക്യം മുതൽ Can you read the whole portion please from verse അവിടെ 46? രാജഭൃത്യന്റെ മകനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നു. Yes. ആരെങ്കിലും മൈക്ക് 46 വാക്യം മുതൽ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്ക കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കേണം എന്നപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2ാമത്തെ അടയാളമായിട്ട് ചെയ്തു. Can we pray please? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we are here not just to hear something. പിതാവേ, ചില കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. We are here to make one further move towards you. അങ്ങയുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഒരു പടിയും കൂടി എടുക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. Lord, because we know that there are so many things that can hinder us from moving forward with you. ദൈവമേ, അങ്ങയുടെ കൂടെ മുന്നോട്ട് നടക്കുവാനായിട്ട് പല കാര്യങ്ങൾ ഞങ്ങളെ തടസ്സപ്പെടുത്താനായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. And yet we also realize, Lord, it is so very important that we take our steps towards you. എന്നിരുന്നാൽ തന്നെയും അങ്ങയുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് ചില പടികൾ ഞങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Sometimes we do not even see how important it is. കർത്താവേ, ഇതൊക്കെ എത്ര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഞങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ല. We take our lives for granted, and only when big trouble hits us, when the big storm hits us, we realize that, Lord, we should have run to you at all times. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന ലാഘവത്തോടെടുക്കുന്നു. എന്നാൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോഴാണ് ഞങ്ങൾ പിന്നെ ഉണരുന്നത്. Oh God, we pray thee. ദൈവമേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. We are standing on shaky ground unless we are standing on Jesus. കർത്താവേ, യേശുവിൽ ഞങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ ഞങ്ങളെ ഒരു വല്ലാത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. All of the ground is sinking sand. കർത്താവേ, ബാക്കി ഏത് നിലത്ത് ഞങ്ങൾ നിന്നാലും അത് കുഴഞ്ഞ ചേറ്റാണ്. Lord, കർത്താവേ, nothing can hold us, oh Lord, when the big storms hit. കർത്താവേ, വലിയ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ യേശുവിലല്ല ഞങ്ങൾ നിൽക്കുന്നെങ്കിൽ ഞങ്ങളെ നിൽക്കാൻ സാധിക്കത്തില്ല. Oh God, കർത്താവേ, help us ഞങ്ങളെ സഹായിക്കണമേ. to come to a place where we are searching for you, Lord Jesus. അങ്ങേ അന്വേഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ വരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. Give us a hunger and desire for you, Lord Jesus. അങ്ങയ്ക്ക് വേണ്ടി ഒരു വിശപ്പും ദാഹവും ഞങ്ങൾക്ക് We നൽകണം. want to come to you because only in you there is life. ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങയിൽ മാത്രമേ ജീവൻ ഉള്ളുല്ലോ കർത്താവേ. Oh God, touch each one of our hearts this morning. കർത്താവേ, ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യണമേ. Help us to see who Jesus is. യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Amen. ആമേൻ. Very interesting about this man here.
ഇവിടെ ഈ രാജഭൃത്യനെ പറ്റി നോക്കുമ്പോൾ വളരെ ചില കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. His son was very sick. അദ്ദേഹത്തിൻ്റെ മകന് വളരെ അസുഖം കൂടുതലായിരുന്നു. The moment he heard about Jesus coming out of Judea to Galilee, he ran to him and said, Lord, heal my son. He is at the point of death. യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് യേശു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ മകൻ മരിക്കാൻ കിടക്കുവാണേ, അദ്ദേഹത്തെ എൻ്റെ മകനെ നീ സൗഖ്യപ്പെടുത്തണം. Verse 48, Jesus Christ says, unless you see signs and wonders, you simply will not believe. യേശു അവനോട് പറഞ്ഞത്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. The royal man said to him, Sir, come down before my child dies. രാജഭൃത്യൻ അവനോട് പറഞ്ഞത്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ. Now something just struck me when we read this portion, my dear friends. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യം എന്നെ വളരെ പിടിച്ചു നിർത്തി. See, this man actually believed. ഈ മനുഷ്യന് യഥാർത്ഥമായിട്ടും അവിടെ That വിശ്വസിച്ചായിരുന്നു. is why he asked Jesus to heal his son. He didn't go to some guy with hoping that his son would get healed. See, he was imploring Jesus, come heal my son. അദ്ദേഹത്തിന് വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ വേണമെങ്കിൽ പോകായിരുന്നു. പക്ഷേ അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് വളരെ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു, യേശുവേ സഹായിക്കണം. Because he knew fully well that Jesus Christ could heal his son before he died. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ അദ്ദേഹത്തിൻ്റെ മകനെ രക്ഷിക്കുവാൻ സാധിക്കും. So can you see, here was a man who believed in Jesus. ഇവിടെ നമ്മൾ കാണേണ്ടത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ആളായിരുന്നു ഇദ്ദേഹം. Very important for us to learn a lesson from this portion of scripture, my dear friends. നമുക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം ഇവിടുന്ന് പഠിക്കാനായിട്ടുണ്ട്. Because you see, Christ said, go, your son lives, and he went. യേശു അവിടെ പറഞ്ഞു, ഓക്കെ, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. And even there, you see, he had faith to just accept that word. We would have said, Lord, no, you have to come to my home. അപ്പോൾ അവിടെയും നമ്മൾ കാണേണ്ടത്, യേശു നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അവരെ യേശു പറഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ചു. നമ്മളായിരുന്നേ പറഞ്ഞ ഇത് പോരാ, യേശു ഞങ്ങളുടെ വീട്ടിൽ വരണം. So what was the problem here? ഇവിടെ പ്രശ്നം എന്തായിരുന്നു? Look at verse 53. അവിടെ 53 നമുക്ക് The father knew it was at that hour in which Jesus Christ said to him, your son lives, and he himself believed, and his whole household. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അവൻ ഗ്രഹിച്ചു, താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. So what was the difference between verse 53 and the previous verses? അപ്പോൾ ഈ 53-ാം വാക്യവും ഇതിനു മുമ്പുള്ള വാക്യങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? What changed here? ഇവിടെ എന്താണ് ഒരു പുതിയ കാര്യം നടന്നത്? Because on one side Christ says, unless you see signs and wonders, you will never believe. ഒരു സൈഡിൽ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടില്ലാതെ നിങ്ങൾ വിശ്വസിക്കില്ല. But this man really believed that Christ would heal his son. എന്നാൽ അദ്ദേഹം ഈ രാജഭൃത്യനെ ഇത്രയും വിശ്വസിച്ചു, ക്രിസ്തുവിനെ എൻ്റെ മകനെ സൗഖ്യമാക്കാൻ. So what happened in verse 53 when it says he believed? അപ്പോൾ ഓൾറെഡി വിശ്വസിക്കുന്ന രാജഭൃത്തിനെ പറ്റി 53-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, അവര് വിശ്വസിച്ചു. Listen carefully, my dear friends. സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. It is possible for us to believe in what God can do. യേശു അല്ലെ ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ സാധിക്കും. This man really believed in what God could do. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള കാര്യത്തിൽ ഈ രാജഭൃത്യന് ഓൾറെഡി വിശ്വസിച്ചായിരുന്നു. But there's a different faith in which we believe because we see who Jesus really is. എന്നാൽ യേശു യഥാർത്ഥമായിട്ടും ആരാണെന്ന് മനസ്സിലാക്കുന്നത് അത് വേറൊരു കാര്യമാണ്. And only when our eyes are opened can we actually begin
to have the faith that is actually willing to see Him as Lord and give ourselves to Him as Lord and Savior. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മളുടെ കണ്ണ് തുറന്നാലേ യേശു നമ്മുടെ രക്ഷിതാവും കർത്താവുമാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. Yes, we can live all our lives with the faith, believing that what God can do for us. ഒരുപക്ഷേ ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ ഇന്നതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിച്ച് ജീവിക്കാം. All of us can have that kind of faith all throughout our lives. നമുക്ക് നമ്മുടെ ജീവിതകാലം മൊത്തം അങ്ങനെ ഒരു വിശ്വാസത്തിൽ ജീവിക്കാം. We believe what God can do. ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കാം. But here we need the Father God to open our eyes. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ദൈവത്തിന് നമ്മളുടെ കണ്ണുകൾ തുറന്നാലേ നമ്മൾക്ക് ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നാലേ നമുക്ക് കാണാൻ സാധിക്കും. Peter shouted out and said, "You are the Christ, the Son of the living God." പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. Flesh and blood did not reveal that to you, my dear Peter. അപ്പം യേശു പത്രോസിനോട് പറഞ്ഞത്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് But my Father who is in heaven revealed this to you. സ്വർഗത്തിലുള്ള എന്റെ പിതാവാണ് ഈ കാര്യം നിനക്ക് വെളിപ്പെടുത്തി തന്നത്. No man can come to me unless the Father draws him. പിതാവ് പിതാവ് ആകർഷിക്കല്ലാതെ ഒരു വ്യക്തിക്കും യേശുവിന്റെ അടുക്കിലേക്ക് പോകാൻ സാധിക്കത്തില്ല. Look at interesting verse in first chapter, please. First chapter. Yeah. ഒന്നാം അധ്യായത്തിലെ ഒരു നല്ലൊരു വാക്യമുണ്ട്. Look at this in verse 10, 11. Can you read that, please? 10, 11. അവൻ ലോകത്തിലുണ്ടായിരുന്നു. Anita? അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. Very interesting, my dear friends. It says he came to the world and the world did not know him. അവൻ ലോകത്തിലേക്ക് വന്നു, എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല. Isn't that really amazing? അത് ഒരു ആശ്ചര്യകരമായിട്ടുള്ള Here is the creator of the heavens and the earth. ഒന്നോർത്ത് നോക്കിക്കേ, ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ലോകത്തിലേക്ക് കടന്നു വന്നു. He literally came down here on earth. അവന് അക്ഷരികമായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. He came to this world that he created and the world did not know him. അവൻ ഉണ്ടാക്കിയ സൃഷ്ടിച്ച ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിന്റെ ആൾക്കാരെ അവനെ കൈക്കൊണ്ടില്ല. And what's even worse, look at verse 11. 11ാം വാക്യം. It says he came to his own, meaning he came to his own people. അവൻ സ്വന്തത്തിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം അവൻ അവന്റെ സ്വന്തം അവൻ വിളിച്ച് വേർതിരിച്ച ആൾക്കാരുടെ അടുക്കലേക്ക് വന്നു. And those who were his own did not receive him. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. Now listen carefully. ശ്രദ്ധിച്ച് കേൾക്കണമേ. He did not say it like this. ഇവിടെ He did not say. അവന് ഇങ്ങനെയല്ല പറഞ്ഞത്. He did not say many of those who were his own did not receive him. അവിടെ ഇങ്ങനെ പറഞ്ഞില്ല, അവന്റെ സ്വന്തമായിട്ടുള്ളവരെ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞില്ല. Alala, he did not say that many did not receive. That verse is not saying many. The word many is not being used here. അവിടെ പല ആൾക്കാരെ അവനെ സ്വീകരിച്ചില്ല എന്നല്ല പറഞ്ഞത്. അവന്റെ സ്വന്തത്തിൽ പലവർ അവനെ സ്വീകരിച്ചില്ല എന്നുള്ള അല്ല ആ വാക്യം, അല്ലേ? The word many is not used there. So the next verse is very interesting. 12ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. It says, but the few who received him, അവനെ കൈക്കൊണ്ടവരോ, he gave them the right to become children of God. അവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. So most of us have this wrong picture through this verse. നമ്മളിൽ പലർക്കും ഈ വാക്യങ്ങളെ കുറിച്ച് ഒരു തെറ്റായ ധാരണയാണ്. You know, what do we think from these two verses? ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് നമ്മളിൽ പലരും എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാമോ? We think most of them did not receive him. Most of Israel did not receive him.
നമ്മൾ ചിന്തിക്കുന്നത് ഇസ്രായേലിലെ മിക്കവാറും ആൾക്കാർ അവനെ കൈക്കൊണ്ടില്ലെന്നാണ്. But some received him. പക്ഷേ ചിലരെ അവനെ കൈക്കൊണ്ടു. And those who received him, he gave them the right to be called children of God. നമ്മൾ ചിന്തിക്കുന്നത് അവനെ സ്വീകരിച്ചവർക്ക് അവനെ ദൈവമക്കളാകുവാൻ ഉള്ള അധികാരം You കൊടുത്തു. get the point, very important point I'm trying to make. Listen carefully, please. നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. He did not say, well, most of them didn't receive him. അവിടെ ഇങ്ങനെ പറഞ്ഞില്ല, ഇസ്രായേലിലെ ഭൂരിപക്ഷം ആൾക്കാരും എന്നെ സ്വീകരിച്ചില്ല. But few who received him, he gave them the right to be called children of God. പക്ഷേ കുറച്ച് പേര് അവനെ സ്വീകരിച്ചു, അവർക്ക് അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നല്ല പറയുന്നത്. You know what these verses are actually saying, my dear friends? യഥാർത്ഥമായിട്ടും ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത് These അറിയാമോ? verses are saying none received him. ഈ വാക്യത്തിൽ പറയുന്നത് അവനെ ആരും കൈക്കൊണ്ടില്ല. But then the next verse says some did receive him. പക്ഷേ അവനെ ചിലർ കൈക്കൊണ്ടു എന്ന് 12-ാം വാക്യത്തിൽ So how do we connect these two? ഇത് രണ്ടിനെയും നമ്മൾ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുവന്നത്? This is where we don't read the whole verse. നമ്മൾ ആ മൊത്തം വാക്യം വായിക്കാത്തതുകൊണ്ടാണ്. So if you look at this verse 12, everywhere you find this verse being put up, just that single verse. Never verse 13 is put up anywhere. ഈ 12-ാം വാക്യം മാത്രം എടുത്ത് പലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇത് മൊത്തം വാക്യം നമ്മളെ സാറിന് ഒന്നിച്ച് വായിക്കാറില്ല. But there is a comma in verse 12, my dear friends. പക്ഷേ 12-ാം വാക്യം ഇംഗ്ലീഷിൽ നോക്കുവാണെങ്കിൽ അവിടെ ഒരു കോമ ഉണ്ട്. Can you read verse 12 and verse 13 together now, Sister Anita? Where are you? I can't see you, Sister Anita. എവിടാ? കൈ ഒന്ന് പൊക്കിയാൽ എവിടെ കാണാം? Very good, very good. Okay, read verse 12 and 13. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ കോമയുണ്ടോ? അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, കോമയല്ലേ? മലയാളത്തിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. മലയാളത്തിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? അതാ പ്രശ്നം. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. പുരുഷനാണ് എഴുതിക്കുന്നത് മലയാളത്തിൽ. പുരുഷൻ. My goodness. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. Oh, please, my dear friends, very, very important to note this. None received him, it says on this side. ആദ്യമേ ഒരു സൈഡിൽ പറയുന്ന അവനെ ആരും കൈക്കൊണ്ടില്ലെന്ന്. But there are a few who received him, it says on this side. പക്ഷേ മറ്റേ സൈഡിലെ ചിലര് അവനെ കൈക്കൊണ്ടു. And they received him not because they wanted to, not the will of man. പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. അതെന്തോ മലയാളത്തിൽ അത് പോരല്ലോ തർജ്ജിമ. പുരുഷൻ എന്നുള്ള വാക്കല്ല വരണ്ടേ. മനുഷ്യൻ. മനുഷ്യന്റെ ഹിതത്താലല്ല, മനുഷ്യന്റെ ആഗ്രഹത്താലല്ല, ജഡത്തിൽ ജനിച്ചുകൊണ്ടല്ല, വലിയ ആളായോണ്ടല്ല, ഏതാണ്ട് നേരത്തെ കണ്ടതുകൊണ്ടല്ല, ഏതാണ്ട് വലിയ കണ്ടോണ്ടല്ല, അതൊന്നുമല്ല. Not by the will of man, not by the will of flesh, not because someone was a great person, not because there was anything in man. ഇവർ ആഗ്രഹിച്ചുകൊണ്ടുമല്ല, not because of the desire, ദൈവത്താൽ നടന്നത്, but of God. They received him not because they wanted to. He came to his own and his own did not receive him. But by the mercy of God, he opened our eyes so that we could say, here is the Messiah. അവനിലേക്ക് വന്ന് അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനാലാണ് നമ്മളെ അവനെ സ്വീകരിക്കാനായിട്ട് സാധിച്ചത്. How many times God has to teach us this lesson, my dear friends? How many times God has to teach us this lesson? ഈ ഒരു പാഠം എത്ര പ്രാവശ്യം ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. It is not because of who we are or what we did. നമ്മൾ ആരാണ് അല്ലെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിലല്ല. You see, God had to do a double work, my dear friends. We have to give glory to God for that. ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിലെ ഇരട്ടി ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. അതിന് നമ്മൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. If we don't accept that double work, we are not in a good place. നമ്മൾ ആ ഒരു കാര്യം സമ്മതിച്ചില്ല എങ്കിൽ നമ്മൾ ഒരു നല്ല സ്ഥാനത്തല്ല. What is this double work? എന്താണ് ആ ഒരു ഇരട്ടി പ്രവൃത്തി? The first work is that God sent his son Jesus. ആദ്യത്തെ പ്രവൃത്തി ഇതാണ്, ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ. Without God sending his son Jesus, how can we be saved?
ദൈവം ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കും? Yes, the first work is that God sent His Son Jesus. ആദ്യത്തെ പ്രവൃത്തി ഇതാണ്, ദൈവത്തിന്റെ പുത്രനായ But that is not enough because He came to His own and His own did not receive Him. എന്നാൽ അത് മാത്രം പോരാ, അവൻ അവങ്കിലേക്ക് വന്നു, അവരോ അവനെ കൈക്കൊണ്ടില്ല. There was one more work that He had to do, my dear friends. വേറൊരു പ്രവൃത്തിയൂടെ ദൈവത്തിന് He ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. had to open our eyes to see, to make us see who Jesus really is. യേശു യഥാർത്ഥമായിട്ടും ആരാണെന്ന് കാണുവാൻ വേണ്ടി നമ്മളുടെ കണ്ണുകൾ തുറക്കേണ്ടിയ I രണ്ടാമത്തെ have found the പ്രവൃത്തി Messiah. ഇനി ഞാൻ ആ മിശിഹായെ കണ്ടെത്തി എന്ന് പറയത്തക്കോണം നമ്മളുടെ കണ്ണുകൾ തുറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. So you know what's going to happen when you have your eyes opened? നമ്മളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? You will accept Him as Savior and Lord. നിങ്ങൾ അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കും. This is what happened to this man, this royal man in Capernaum, my dear friends. അവിടെ കപ്പർനൗമിലെ ആ രാജഭൃത്യന് ഇതായിരുന്നു സംഭവിച്ചത്. When it all began, he believed what God could do for him. അതിന്റെ തുടക്കം ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. But here we find Jesus Christ is doing a work through which he begins to see who Jesus really is. എന്നാൽ അവിടെ യേശു ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം യേശു യഥാർത്ഥമായിട്ടും ആരാണെന്ന് അദ്ദേഹത്തിന് കാണാൻ ഈ രാജഭൃത്യനെ കാണാൻ സാധിച്ചു. And when it says in verse 53, he himself believed. അവിടെ 53-ാം വാക്യത്തിലെ അവനെ അവിടെ വിശ്വസിച്ചു എന്ന് അവിടെ പറയുന്നു. That faith comes along with a question, Lord, what shall I do? ആ ഒരു വിശ്വാസം ഉള്ള ആൾക്കാരെ അവരൊരു ചോദ്യം ചോദിക്കും, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? We're going to baptize a few people here within the next couple of weeks. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളെ കുറച്ച് ആൾക്കാരെ ജലസ്നാനം കൊടുക്കാൻ പോവുകയാണ്. For many years you could believe that God can change your life completely. കുറേ വർഷങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ആ ദൈവത്തിന് ഞങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. But there will come a time in your life when you will have to say, Lord, what should I do? എന്നാൽ ഒരു സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സ്ഥാനം നമ്മൾ എത്തും, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം? Oh God, I am a sinner. കർത്താവേ ഞാനൊരു പാപിയാണ്. I never realized that I am a sinner. ഞാനൊരു പാപിയാണെന്ന് ഞാൻ ഒരിക്കലും I മനസ്സിലാക്കിയില്ല. was brought up in a Christian family. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. I never knew how vile I was. ഞാൻ എത്രമാത്രം ഒരു വല്ലാത്ത പാപിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. But one day God opened my eyes to see what a great sinner I am. എന്നാൽ ഒരു ദിവസം ദൈവം എൻ്റെ കണ്ണ് തുറന്നു, ഞാൻ എത്രമാത്രം പാപിയാണെന്ന് ദൈവം എന്നെ കാണിച്ചു. When I look back into my life, sometimes I think, Lord, how could I have this kind of thoughts before I met with you? എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ ഞാൻ അങ്ങേ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഉള്ളായിരുന്ന ചിന്തകളൊക്കെ അത് എങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു. How terrible we are, my dear friends. നമ്മൾ എത്ര ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്. And the sad thing is that we never see how terrible it is. പക്ഷെ ദുഃഖപരമായിട്ടുള്ള കാര്യം നമ്മൾ എത്ര അധപതിച്ച ഒരു അവസ്ഥയിലാണെന്ന് നമ്മൾ കാണുന്നില്ല. And then we realize we were sinners, wretched sinners. നമ്മളെ വളരെ ഇഷ്ടമായിട്ടുള്ള പാപികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. And so we cry out and say, Lord Jesus, save me. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നിലവിളിച്ച് പറയുന്നു, യേശുവേ ഞങ്ങളെ രക്ഷിക്കണം. I pray that those of you sitting here, every one of you are in that place, my dear friends. ഇന്ന് യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വയം മനസ്സിലാക്കി അങ്ങനെ നിലവിളിക്കുന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾ ആയിരിക്കുന്നു എന്ന് ഞാൻ Because I just കരുതുന്നു. don't know how many of you are in that place.
എന്നാൽ നിങ്ങൾ എത്ര പേര് ആ ഒരു സ്ഥാനത്താണെന്ന് എനിക്ക് അറിയത്തില്ല. And yet that is not enough. It's not enough for us to just say, Lord, save me. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. Save me for what? Is the next question we have to answer. എന്തിൽ നിന്ന് രക്ഷിക്കണം? Oh Lord, why have you saved me? കർത്താവേ അങ്ങ് എന്തിനാണ് എന്നെ രക്ഷിച്ചത്? What is your purpose for my life, oh God? ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? What have you saved me for? ദൈവമേ അങ്ങനെ രക്ഷിച്ചു, പക്ഷെ എന്തിനു വേണ്ടി രക്ഷിച്ചു? It's not enough to say what have you saved me from. You have to say what have you saved me for. അങ്ങനെ എന്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞാ പോരാ, അങ്ങ് ഞങ്ങളെ എന്തിനു വേണ്ടി രക്ഷിച്ചു ദൈവമേ എന്ന് ഞങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു. Oh, we have to accept Jesus Christ as our Savior and Lord. യേശു ക്രിസ്തുവിനെ നമ്മളെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. I'm not surprised why God had to struck Paul blind from the horse and put him down. പൗലോസിനെ ആ കുതിരപ്പുറത്തുനിന്ന് താഴെയിട്ട് അവനെ 3 ദിവസം അന്ധനായി ഇരുന്നത് ആവശ്യം എന്തായിരുന്നെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ യഥാർത്ഥമായിട്ടും ഒരു അന്ധനായിരുന്നു എന്ന് അവനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. Oh my dear friends, പ്രിയ സുഹൃത്തുക്കളെ, what have we been saved for? നമ്മൾ എന്തിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? It's amazing, isn't it? Read the book of John. നമ്മൾ യോഹന്നാന്റെ പുസ്തകം വായിക്കുമ്പോൾ Jesus Christ so wonderfully keeps on saying, I am here not for myself. യേശു അവിടെ വീണ്ടും വീണ്ടും വളരെ അത്ഭുതകരമായിട്ട് പറയുന്നു, ഞാൻ ഇവിടെ എനിക്ക് വേണ്ടി അല്ല വന്നിരിക്കുന്നത്. I am astounded when I read Jesus Christ in the book of John. ഈ യോഹന്നാന്റെ പുസ്തകത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ഞാൻ കാണുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടുന്നു. Every chapter after chapter he is trying to say many things. ഓരോ അധ്യായത്തിലും യേശു പല കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. Now John could have said very easily, I am not the one, because he was not the one. John the Baptist. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറയായിരുന്നു, ഞാനല്ല. എന്താന്ന് വെച്ചാൽ യോഹന്നാൻ സ്നാപകൻ അല്ലായിരുന്നല്ലോ മിശിഹ. It's so easy for us to say, isn't it? I am not the one, because there is someone else. നമുക്ക് അത് പറയാൻ വളരെ ഈസിയാണ്, ഞാനല്ല എന്താണെന്ന് വെച്ചാൽ വേറെ. But actually Jesus Christ was different, my dear friends. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു കാര്യം. Because he was the one. യേശുവിന് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ അല്ല എന്ന്. എന്താന്ന് വെച്ചാൽ യേശു ആയിരുന്നു. He was the light of the world. യേശു ആയിരുന്നു ലോകത്തിന്റെ വെളിച്ചം. Everything came forth from him and through him. എല്ലാം അവനിൽ നിന്നും അവനിൽ കൂടെ ആയിരുന്നു ഉളവായത്. He could have very easily said, yes, I am the one, I am the one. He could have very easily said that. I am the one. യേശുവിനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു, ഞാനാണെന്ന്. Worship me, worship me. He could have just stopped with that. യേശുവിന് ഇങ്ങനെ പറയായിരുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കുക. You know what he said? എന്നാൽ യേശു എന്തായിരുന്നു പറഞ്ഞത്? I did not come to glorify myself. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താനായിട്ടല്ല വന്നത്. My dear friends, if only you could search the book of John. നിങ്ങൾ യോഹന്നാന്റെ പുസ്തകം ഒന്ന് ശോധന ചെയ്താൽ you'd find out amazingly how here is a man who actually was the one who is trying to say, well, you have to worship me, and yet he's all giving glory to the Father all the time. ഇവിടെ യേശുവിനെ വേണമെങ്കിൽ പറയായിരുന്നു ഞാനാണ്,
ആള് അതുകൊണ്ട് എന്നെ ആരാധിക്കേ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് നേരെ മറിച്ച് യേശു പറയുന്നു, യേശു അവിടെ പിതാവിനെ മഹത്വം കൊടുക്കുന്നു. You look at us today in the churches. എന്നാൽ ഇന്ന് സഭകളിൽ നമ്മളെ ഒന്ന് നോക്കിയാൽ, If you have the healing ministry or some big ministry, എന്തെങ്കിലും സൗഖ്യം കൊടുക്കുന്ന ഒരു മിനിസ്ട്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ഉണ്ടെന്നിരിക്കട്ടെ, how many of us can actually train ourselves to give glory to someone else? നമ്മളിൽ എത്ര പേർക്ക് വേറെ ഒരാൾക്ക് മഹത്വം കൊടുക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് പരിശീലിപ്പിക്കാൻ Listen സാധിക്കും? carefully, my dear friends. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. You can do impossible things for God if you are learning to give glory to Him. നമ്മൾ അവന് മഹത്വം കൊടുക്കുവാനായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യം ചെയ്യാൻ സാധിക്കും. The reason why we are so weak, the reason why we are, even yesterday someone was talking about this, we are being very ineffective in this world. നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതും ഒരു ഫലപ്രദമായിട്ട് ഉള്ള ജീവിതം ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. You think God cannot use us? ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? Here was Jesus standing before the tomb of Lazarus. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു നിൽക്കുമായിരുന്നു. He says, I am the resurrection and the life. He told that to Mary and Martha. മറിയവും മാർത്തയോടും യേശു ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. Do you believe this? He asked them. ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. And then he went to the tomb. എന്നിട്ട് യേശു ആ കല്ലറയുടെ അടുക്കിലേക്ക് പോയി. He went to the tomb and he could have shouted out, Lazarus, come forth! അവിടെ ആ കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് ലാസർ ഇറങ്ങി വരുവീൻ എന്ന് പറഞ്ഞു. But he did something else before that, my dear friends. എന്നാൽ അതിനു മുമ്പ് യേശു അവിടെ വേറൊരു കാര്യം ചെയ്തു. You think there was a need for him to pray during that time? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, യേശുവിന് അവിടെ എല്ലാവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? Here is the resurrection and here is the life. പുനരുദ്ധാനവും ജീവനുമായിട്ടുള്ള വ്യക്തി He knew that he had come 4 days late because he had come to bring Lazarus out from the grave. 4 ദിവസം താമസിച്ചിട്ട് അവിടെ ലേറ്റ് ആയിട്ട് അവിടെ വന്നു. അതിന്റെ കാരണം എന്താണെന്ന് യേശുവിന് അറിയായിരുന്നു. Do you think there was any reason for him to pray? അവിടെ യേശുവിനെ പ്രാർത്ഥിക്കേണ്ടതിന്റെ പിന്നിലെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? Well, I'm not sure whether he would come out from the grave. Let me just make sure that he does. യേശു ഇങ്ങനെ ചിന്തിച്ചോ, അയ്യോ അറിയത്തില്ല, ഞാൻ പറഞ്ഞാൽ ഇനി പുറത്തിറങ്ങി വരുമോ ഇല്ലയോ, പിതാവെ സഹായിക്കണേ, അങ്ങനെയുള്ള പ്രാർത്ഥനയായിരുന്നോ? That's how we usually pray, isn't it? നമ്മൾ അങ്ങനെയല്ലേ പലപ്പോഴും When we pray പ്രാർത്ഥിക്കാറ്. for a sick person, നമ്മളൊരു അസുഖമുള്ള ആളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ നമ്മള് കർത്താവെ അവനെ സൗഖ്യപ്പെടുത്തണേ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ അന്യഭാഷ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അരമണിക്കൂർ അന്യഭാഷയിൽ സംസാരിക്കും. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കണ്ണു തുറന്ന് നോക്കും. ജനക്കൂട്ടമുണ്ട്. ഒരു കണ്ണിങ്ങനെ തുറക്കും. ഓ കർത്താവേ, എനിക്കറിയാം അവന് ഉയർത്തെഴുന്നേക്കും, അല്ലെ ഇന്നല്ലെങ്കിൽ നാളെ. we can take 1 hour, a few hours. You see, now I'm not making fun of anyone here, please. I am worse than any one of you. ഞാൻ പ്രത്യേകിച്ച് ആരെയും അവരെ കളിയാക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ പറയുന്നത്. നിങ്ങളെക്കാട്ടിലൊക്കെ ഞാൻ കുഴപ്പത്തിലുള്ളവനാണ്. I'm in fact more scared than you. പലപ്പോഴും എനിക്കാണ് നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഭയം. Just 3 days back, one boy came here, 21 years old boy. 3 ദിവസം മുമ്പ് ഇവിടെ 21 വയസ്സ് ഉള്ള ഒരു പയ്യൻ വന്നു. And the office staff, when they saw him, they ran away. Our office staff. ഓഫീസിലെ സ്റ്റാഫൊക്കെ പയ്യനെ കണ്ടപ്പോൾ അവരെല്ലാം ഓടിപ്പോയി. So I somehow brought him and made him sit here. അവനെ പിടിച്ച് ഇവിടെ ഇരുത്തി.
there was froth coming from his mouth, വായിൽ നിന്ന് പത വരുന്നുണ്ടായിരുന്നു. and he was saying, something is controlling me. പറയുന്നത് എന്നെ ചില ഏതാണ്ട് നിയന്ത്രിക്കുന്നുണ്ട്. I said, what is your name? ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? Sharon. ശരൺ. What is your father doing? നിന്റെ പിതാവ് എന്താണ് ചെയ്യുന്നത്? I spent half an hour interviewing him. ഞാൻ അരമണിക്കൂർ അവൻ്റെ ഇന്റർവ്യൂ എടുത്തു. Then he was saying, something is controlling me. എന്നെ ഏതാണ്ട് നിയന്ത്രിക്കുന്നുണ്ട്. Finally, Sinilal came from outside to meet me. കുറച്ച് കഴിഞ്ഞ് സിനിലാൽ കയറി വന്നു. I said, thank God, one more person with me. അപ്പം ഒരാളൂടെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. See, actually, I don't think he was demon possessed, by the way. വ്യക്തിയിലെ ഭൂതം ബാധിച്ചതാണെന്ന് ഞാൻ Because ചിന്തിക്കുന്നില്ല. he just ran away after that. We couldn't pray for him finally, but he just ran away. അതിന് വേണ്ടി ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റില്ല, അവന് ഓടിപ്പോയി. But actually, he showed us through, he called us back later and we realized that he was not possessed, there was something else was his problem. പിന്നെ അദ്ദേഹം തിരിച്ച് വിളിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഈ ഭൂതബാധിത ആയിട്ടുള്ള ആളല്ലായിരുന്നു, വേറെ പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. What I'm trying to tell you, my dear friends, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, none of us are very sure about what we can do, isn't it? നമ്മളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ആർക്കും ഒരു തീർച്ചയില്ല. When the Spirit fills us, we can. When the Spirit is not there, we just can't. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിറയുമ്പോൾ, നമ്മൾ ആത്മാവിനാൽ നിറയുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പിടിയില്ലായിരിക്കും. But there was no need for all this drama for Jesus, my dear friends. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിന് ഇത്രയും ഡ്രാമയുടെ ആവശ്യമില്ലായിരുന്നു. Look at what he prayed. We'll close with that, my dear friends. ഈ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവിടെ യേശു എന്തുവായിരുന്നു പ്രാർത്ഥിച്ചത്? He says in verse 11 of 41. Chapter 11, verse 41. 11:41 ഇങ്ങനെ പറയുന്നു, Jesus Christ raised his eyes and said, Father, I thank you that you have heard me. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. I knew that you always hear me. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നവന് ആണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. But because of the people standing around, I said it. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കുന്നതിന് വേണ്ടി, so that they would believe that you sent me. അവർ നിമിത്തം ഞാൻ ഇത് പറയുന്നു. There was no need for this, my dear friends. ഈ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ. Because he was the one who actually അവൻ was പുനരുദ്ധാനവും the ജീവനുമായിരുന്നു. Why did he say this at this point of time? ഈ സമയത്ത് എന്തിനായിരുന്നു യേശു ഇങ്ങനെ ചെയ്തത്? Because he had come to glorify the Father എന്താണെന്ന് at വെച്ചാൽ, all times. യേശു എല്ലായ്പ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആയിരുന്നു വന്നത്. At the end of his life, you know what he said at the end of his life? യേശുവിന്റെ ജീവിതത്തിന്റെ അവസാനം എന്തുവായിരുന്നു പറഞ്ഞതെന്ന് അറിയാമോ? We will look at that next week. അത് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോവുകയാണ്. Now is the Son of Man being glorified. ഇപ്പോൾ മനുഷ്യപുത്രനെ അവനെ മഹത്വപ്പെടുന്നു. Now. ഇപ്പോൾ After Judas went away, and he was ready to die. യൂദാസ് അവിടെ യേശുവിന് ചുമനം കൊടുത്തിട്ട് യൂദാസ് ഇറങ്ങിപ്പോയി. Now the Son of Man be glorified. ഇപ്പോൾ മനുഷ്യപുത്രൻ അവൻ മഹത്വപ്പെടാൻ പോകുന്നു. You see, because through his death he received the glory. യേശുവിന്റെ മരണത്തിൽ കൂടിയാണ് അവൻ മഹത്വപ്പെട്ടത്. How many of us, friends, are training ourselves to give glory to God? സുഹൃത്തുക്കളെ, നമ്മളിൽ എത്ര പേര് നമ്മളെ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആയിട്ട് നമ്മളെ തന്നെ പരിശീലിപ്പിക്കുന്നു? Are we able to say to ourselves, I have been sent here for a purpose? എന്നെ ഇവിടെ ഒരു ഉദ്ദേശത്തിനായിട്ടാണ്
ദൈവം അയച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. I have not just been saved from, but I have been saved for. ഞാൻ ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? 34 times Christ used this phrase, I have been sent, sent, sent. 34 വട്ടം യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു, അയക്കപ്പെട്ടിരിക്കുന്നു. I'm going to ask our young girls to help me, please. Where are they? Please, I'm going to give all of you a piece of paper, all right? ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഒരു ചെറിയ ഒരു തുണ്ടം ഒരു കടലാസ് തരാനായിട്ട് പോവുകയാണ്. And if you have a pen, please go. If you don't have a pen, please let me know. We can somehow get you a pen. ആർക്കെങ്കിലും അവർ പേന കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പേന തരാം. Okay, and we are going to just a plain paper, nothing inside the paper, just a plain piece of paper. സാധാരണ ഒരു പേപ്പറാണ് കേട്ടോ. യൂട്യൂബിൽ കാണുന്നവർക്ക് ഒരു ബുക്ക് പേപ്പർ എടുത്ത് വെച്ചാൽ കൊള്ളാം. Just a piece of those paper. who are watching in YouTube, you also please take a small piece of paper. Last week in the cell group I had asked this question. കഴിഞ്ഞ ആഴ്ച സെൽ ഗ്രൂപ്പിലെ ലൈഫ് ഗ്രൂപ്പ്സിലെ ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. When Jesus Christ said, just my Father sent me, I am sending you. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ Whom is he telling that to? Was it for the disciples or was it for all of us? അത് ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞതായിരുന്നോ അതോ അത് നമ്മൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണോ? So I want you to write this answer to this question in your paper. ഈ നിങ്ങൾക്ക് കിട്ടിയ ആ കടലാസിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം, Because you may have already done that back home or whatever it is. You may have already written that. Just helping you to search your life more, that's all right? Don't be ഇത് scared. നിങ്ങളുടെ ജീവിതത്തെ ഇച്ചിരൂടെ നിങ്ങളെ ശോധന ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു എന്ന് മാത്രം. So my- ആർക്കൊക്കെ കിട്ടിയില്ല ഒന്ന് കൈപൊക്കാമോ പ്ലീസ്? So my question to you is this. Two questions, one on both sides. രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. First question is this. List at least 3 reasons as to why God has sent you. ദൈവം നിങ്ങളെ എന്തിനു വേണ്ടിയാണ് അയച്ചിരിക്കുന്നത് എന്ന് 3 കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് എഴുതിയാട്ടെ. You may say, I don't even know I am sent. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കാം, എന്നെ ദൈവം അയച്ചോ ഇല്ലയോ എന്ന് പോലും So my എനിക്കറിയാം, reply തീർച്ചയില്ല. to you is, if you are born again, you are sent. എനിക്കിതാണ് പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും ജനിച്ച ആൾക്കാരാണെങ്കിൽ ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്നു. Because you are a new creation. നിങ്ങൾ വീണ്ടും ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്. The old things have gone, new things have come. പഴയതെല്ലാം മാറിപ്പോയി. You were living without purpose, now you are living with purpose. നിങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു ഉദ്ദേശമില്ലാതെ ജീവിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദൈവത്തിൽ നിന്നുള്ള ഉദ്ദേശമുണ്ട്. At least 3. കുറഞ്ഞ പക്ഷം 3 കാര്യങ്ങളെങ്കിലും എഴുതുക. It can be as simple as this. അത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാകാം. I am being sent by God to be a godly mother. Very simple. ഒരു ദൈവികമായിട്ടുള്ള ഒരു അമ്മയാകാൻ വേണ്ടി ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള ആ രീതിയിലുള്ള കാര്യം വേണേലും ആകാം. You can, but don't write things like this. എന്നാൽ നിങ്ങൾ ഇങ്ങനെ എഴുതരുത്. Don't write, I've been sent to become a school teacher. ദൈവം എന്നെ ഒരു ടീച്ചർ ആകാൻ വേണ്ടി അയച്ചിരിക്കുന്നു എന്ന് പറയരുത്. You should write something more about that. അതിന്റെ അപ്പുറമായിട്ട് എന്തെങ്കിലും പറയാം. Because being a teacher need not glorify God. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ടീച്ചറായിട്ടിരുന്നാല് നിങ്ങൾ ദൈവനാമം മഹത്വപ്പെടുത്തില്ല. You may say, I've been sent by God to work in the corporation, in the municipal corporation. മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജോലി ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ അയച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. You have to add to that something more. അതിനകത്ത് എന്തെങ്കിലും കൂടെ അവിടെ എന്തോ ചെയ്യാനായിട്ടാ. I've been sent to Techno Park to work in IT department. ടെക്നോ പാർക്കിലെ ഒരു IT ഡിപ്പാർട്ട്മെന്റിലെ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ But പറയുന്നത്. what does God want you to do as a teacher or as a IT person or whatever officer? What is it that God wants you to do in your job?
through which you can glorify God. നിങ്ങളുടെ ആ ജോലിയിൽ കൂടി ദൈവം എന്താണ് നിങ്ങളിൽ കൂടി ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ ആ ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചു എന്ന് നിങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല. You can write things like, I will go to office on time. That is how I will glorify God. Don't write things like that, please. സമയത്തിന് ഞാൻ ഓഫീസിൽ പൊക്കോളാമേ, അങ്ങനെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് ആരും എഴുതരുത് കേട്ടോ. സമയത്തിന് എല്ലാവരും പോകണം. Find out 3. You can write much more. You see, I'm sure you will find 3 things as to why God has called you as an individual person. ഒരു വ്യക്തിപരമായിട്ട് നിങ്ങളെ ദൈവം എന്തിനയച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ 3 കാര്യങ്ങളെങ്കിലും You can even write about your gifts that you have. ദൈവം നിങ്ങൾക്ക് വരങ്ങൾ നൽകിയിട്ടുണ്ട്. Listen carefully. You can even write something like this. I have been called by God to give sacrificially of what I have. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എനിക്ക് ഉള്ള കാര്യങ്ങൾ ത്യാഗപൂർവമായിട്ട് കൊടുക്കുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. കാരണം അനേകർ കൊടുക്കുന്ന വരം തന്നെയുണ്ട്. സാധാരണ ആൾക്കാർ കൊടുക്കുന്ന കാട്ടിലും കൂടുതലായിട്ട് ദാനമായി കൊടുക്കുന്ന വരമുണ്ട്. Because there is sometimes a gift of giving, like beyond the usual kind of a giving. അങ്ങനെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഞാൻ കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. I know many families don't have much at home, but they are sacrificial givers. എനിക്ക് പല കുടുംബങ്ങളെ അറിയാം, അവരൊക്കെ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും അവരെ ത്യാഗപൂർവമായിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും. Remember, this is not for me to look into your notes. You just keep it with you. Don't have to give it to any one of us. ഇത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല നിങ്ങളോട് എഴുതാൻ പറയുന്നത്. ഞാനിത് നിങ്ങൾ എന്നെ ഇത് കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. This is just to help you to think about what are the purposes of God in your life. ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. You have to find out something. നിങ്ങൾ അത് കണ്ടുപിടിച്ചേ മതി. You are not here without purpose. നിങ്ങൾ ഒരു ഉദ്ദേശമില്ലാതെ അല്ല ഈ ലോകത്തിൽ ഇരിക്കുന്നത്. And if you can't find anything, അഥവാ നിങ്ങൾക്കൊന്നും എഴുതാൻ സാധിക്കുന്നില്ല എങ്കിൽ please pray. നിങ്ങൾ പ്രാർത്ഥിക്കണം. Because the time is short. എന്താണെന്ന് വെച്ചാൽ സമയം വളരെ കുറവാണ്. And you will have to give an account of your life to Jesus one day. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് യേശുവിന് ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടി വരും. He is not going to ask you what sin you did when you were on earth, what sin you committed. നിങ്ങൾ ഈ ലോകത്തിൽ ഏതൊക്കെ പാപമാ ചെയ്തതെന്ന് ഉള്ള ലിസ്റ്റല്ല നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. He is going to ask you, what did you do with what I gave you? ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കാൻ പോകുന്നത്. We can't afford to say, I hid it in the ground because I was afraid. ഞാൻ ഭയപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതെല്ലാം കുഴിച്ച് മൂടി ഇട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. I hid it because I was angry with you, oh God. ദൈവമേ, നിന്നോട് വളരെ ഞാൻ ദേഷ്യപ്പെട്ടിരുന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കുഴിച്ച് മൂടി ഇട്ടു എന്ന്. I did not want to serve you because I am upset with you. ഞാൻ നിന്നെ സേവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമാണ്.